ഗാന്ധി ഇന്ന് വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കും. മുൻ DCC ട്രഷററായിരുന്ന NM വിജയന്റെ വീടും പ്രിയങ്ക സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക റോഡ് മാർഗമായിരിക്കും മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് എത്തുക. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പ്രിയങ്ക അവിടെ നിന്നുള്ള ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുണ്ടാകുന്ന വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് വയനാട്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് NM വിജയന്റെ ആത്മഹത്യ. അതേപോലെ വലിയൊരു രീതിയിലുള്ള ഒരു ദുരന്തമായിരുന്നു ഈ രാധയുടെ കടുവ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ട അവസ്ഥ. ഈ രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്കയുടെ വരവ്. എങ്ങനെയൊക്കെയാണ് സന്ദർശന പരിപാടികൾ? തീർച്ചയായും ശ്രീജ, രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഈ ഭരണപക്ഷം പ്രത്യേകിച്ച് CPM ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലം MP എവിടെയെന്ന ചോദ്യങ്ങൾ പല വേദികളിലും നമ്മൾ മുഴങ്ങിക്കേട്ടു. ഒപ്പം ഈ വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ തല യോഗങ്ങളുമൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ശേഷം പിന്നീട് റോഡ് മാർഗം പഞ്ചാരക്കൊല്ലിയിൽ 1 മണിക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാവും ബത്തേരിയിലെ NM വിജയന്റെ മുൻ DCC ട്രഷററുടെ വീട് സന്ദർശിക്കാൻ പോവുക. അതിനുശേഷം ഈ കളക്ടറേറ്റിൽ നടക്കുന്ന ഒരു ഉന്നതതല അവലോകന യോഗമുണ്ട്. ആ അവലോകന യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ജില്ലയിലുണ്ട്. അദ്ദേഹത്തിന്റെ മലയോര ജാഥയുടെ ഭാഗമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മാനന്തവാടിയിൽ 10 മണിക്ക് അദ്ദേഹത്തിന്റെ യോഗമുണ്ട്. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനു മുമ്പായി 9 മണിയോടുകൂടി പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിൽ എത്തി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാവും മാനന്തവാടിയിലെ യോഗത്തിൽ പങ്കെടുക്കുക. എന്തായാലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ വന്യജീവി ശല്യം അടക്കമുള്ള വിഷയങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യാത്ര കഴിയുമ്പോൾ സമഗ്രമായ വന്യജീവി ആക്രമണം നേരിടുന്നതിനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ ഇത്തരം നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് തരികയാണെങ്കിൽ അതിനെ നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നടപ്പാക്കാൻ കഴിയുന്ന പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ആദ്യത്തെ ഒരു ജനങ്ങളുടെ ആശങ്ക ഒഴിവായിരിക്കുന്നു. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയായ കടുവയെ കൊന്നിരിക്കുന്നു. ജനങ്ങൾക്കൊരു ആശ്വാസം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ രാഷ്ട്രീയ പോരാട്ടങ്ങളും പ്രസ്താവനാ യുദ്ധങ്ങളും ഒക്കെ നടക്കേണ്ട സമയമാണ്. നമുക്കറിയാം, കേരളത്തിൽ അത്തരം പ്രസ്താവനാ യുദ്ധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ മലയോര ജാഥ പുരോഗമിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വിഷയം ഉണ്ടാവുകയും ചെയ്തത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചാവും ജാഥ മുന്നോട്ട് പോകും. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇന്ന് സൗത്ത് വയനാട്, നോർത്ത് വയനാട് ഡിവിഷനുകളിലായി 6 മേഖലകൾ തിരിച്ച് പ്രത്യേക പരിശോധനകൾ നടക്കും. അതിൽ ജനകീയമായ ഒരു പരിശോധന ഈ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കളെയും ജനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് കാടുകളിലേക്ക് പോവുക. പ്രത്യേകിച്ചും ഈ പുൽപ്പള്ളി മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയമുണ്ടായിരുന്ന ആളുകൾ കണ്ടിരുന്നു. ഒപ്പം ഇന്നലെ ഈ കൽപ്പറ്റ മേഖലയിൽ പുലി ഇറങ്ങിയ ഒരാളെ ആക്രമിക്കുകയുണ്ടായി. ഇത്തരം ഇടങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഇതിനെയൊക്കെ ഒരു ഹോട്ട്സ്പോട്ടായി പരിഗണിച്ചാവും ഇത്തരം ഇടങ്ങളിൽ ഇന്ന് തെരച്ചിൽ നടത്തുക. ശരി അനീഷ്, എന്തായാലും കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വളരെ സമാധാനമായി സംസാരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ അപ്പോഴും അവിടെ ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ തുടരുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട് MP ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നു. ഈ രാധയുടെ വീട്ടിലും ഒപ്പം വിജയന്റെ വീട്ടിലും പ്രിയങ്ക സന്ദർശനം നടത്തും.